ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് സ്വീറ്റ് കൊറണ്ട. ഇത് സാധാരണ ബേക്കറി ചെറികൾ. അതിനെപ്പറ്റി ഞാനൊന്ന് വിശദീകരിക്കാം. ഇതിൻ്റെ കായാണിത്. ചെറിയ ചെടിയിൽ ഇത് കായ്ക്കും. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് കറ കുറവാണ്. പഴുത്താൽ കറയില്ല. അത് നമുക്ക് പറിച്ച് നമുക്ക് പച്ചയ്ക്ക് തന്നെ പഴം തിന്നാൻ പറ്റും. മധുരമുണ്ട്. അതാണ് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചെടി. അത് കറയുള്ളതും നമുക്ക് പ്രോസസ്സ് ചെയ്ത് കുമ്മായലായനിയിൽ ഇട്ട് എടുക്കുന്ന സാധനമാണ് സ്വീറ്റ് കൊറണ്ട. അപ്പോൾ അത് ആ സാധാ കൊറണ്ട, ഇത് സ്വീറ്റ് കൊറണ്ട. വായിൻ്റെ ഇതുണ്ടോ തന്നെ. ഇത് നമ്മുടെ കൊറണ്ട പഴുത്ത് തുടങ്ങുന്ന ഉണ്ടോ, കളറായി നല്ലപോലെ പഴുത്തിട്ട് പറിക്കണം. കറയില്ല. മാത്രമല്ല ഇത് വീട്ടിൽ നല്ലപോലെ ഉപയോഗിക്കാം. വളരെ ഷോയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഇത് മധുരമുള്ള വെറൈറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം. ഇതിൻ്റെ തൈകൾ ഫ്ലവറിങ്ങും ഉണ്ട് ഇതിനകത്തോട്ട്. ഇന്നലെ ഞാൻ ഇതിൽ ഫ്ലവർ കണ്ടായിരുന്നു. വെള്ളപ്പൂവാണ്. അപ്പം അതേ കായണം. ഓക്കെ, സ്വീറ്റ് കൊറണ്ടയുടെ തൈകൾ DTDC കൊറിയർ വഴി നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. വാങ്ങാം. കുറച്ച് തൈകളെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം വില പിടിച്ചുള്ള തൈകൾ ഇവിടെ വച്ചേക്കുന്നതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാ കൊറണ്ട വന്ന് അനേകർ കണ്ടിട്ടുണ്ട്. ഇത് സൂപ്പറാട്ടോ. ഞാൻ പറിച്ച് തിന്നപ്പോഴാണ് എനിക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി ഇത്രയും തൈകൾ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പർ നോട്ട് ചെയ്യുക. അതിലേക്ക് പറഞ്ഞാൽ കൊറിയർ അയച്ചു തരും. അങ്കമാലിയിൽ വന്നാൽ വാങ്ങാം. കട്ടപ്പന ഉണ്ടോ? ഉണ്ട്. ആ കട്ടപ്പനയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ഫലം പറിച്ച് തിന്നിട്ട് സൂപ്പറാണ് കണ്ടപ്പോഴാണ് ഇതിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പോൾ മിറാക്കിൾ ഫാം എല്ലാം അങ്ങനെയാണ്. കായ്കൾ പറിച്ച് തിന്ന് ജനങ്ങളെക്ക് കൊടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഡയമണ്ട് പ്രീമിയത്തെ പറ്റി പറയുന്നു. സൂപ്പർ ഹിറ്റാണ്. ഇന്നലെ ഒരു പഴം പറിച്ചു. അത് വെള്ളത്തിൽ മണ്ണിൽ മുട്ടി നിന്നിട കേടായിപ്പോയി. അത് കാരണമാണ് ഞാനത് പറിച്ചത്. അത് കാരണം കാണിക്കാം ഞാൻ അടുത്ത വീഡിയോയുടെ. സൂപ്പർ ഹിറ്റാണ് ഇത്. ഈ സ്വീറ്റ് കൊറണ്ട മേടിച്ചോ. അപ്പോൾ എല്ലാം ദൈവ അനുഗ്രഹത്തെ സക്സസ് ആണ്. ഓക്കെ.